ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെ അമ്മയുടെ അച്ചാറും കൂടെ ദേവാർജുനും പിന്നെ കുഞ്ഞാവയും അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം അപ്പാടെ നമ്മൾ മൊത്തത്തിൽ ന്യൂസെല്ലാം കേട്ട് ഫെഡപ്പായിട്ടിരിക്കുന്ന സമയമാണ്. എന്നാലും നമുക്ക് ഇന്നിപ്പോൾ ഒരു അച്ചാറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ബന്ധപ്പെടുക. ഇത് മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്ട് പിന്നെയും ബേബി ഹെയർസ് വന്നിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. എത്ര ജീവി ഒതുക്കി വെച്ചിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പം അമ്മയുടെ അച്ചാറിന് ഓർഡർ കിട്ടി. ഒരു ചേട്ടൻ വന്നായിരുന്നു, അതിൻ്റെ വോയിസ് ഞാനിവിടെ കൊടുക്കാം. സത്യമാണ് കഴിക്കാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ പറഞ്ഞ് പട്ടി അടിച്ചതാണ്. അതിന് ശേഷം ഞാൻ തിന്നിട്ടേ ഇല്ല. എന്നാ പട്ടി അടിച്ചത്? ഒത്തിരി ചുമ്മാ ഇടുന്ന പോലെ അല്ല ഇതിട്ടേക്കുന്നത്. ഓരോരുത്തര് വന്ന് തിരക്കി അന്വേഷിച്ച് വന്ന് എടുക്കുന്ന ഓർഡറാണ്. അപ്പം കിട്ടിയേക്കുന്ന ഓർഡർ മീനും ഉണ്ട്, ഇറച്ചിയുണ്ട്. 1 കിലോ വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് വെച്ച് എന്തായാലും എടുക്കാൻ പോവുകയാണ്. ചക്കരമുത്ത് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടന്ന് പല പരിപാടി അഭ്യാസമുറകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. ഡ്രസ്സ് ഇടുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചൂട് കാരണം ആശാൻ അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ മുത്തേ? അല്ലേ? എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ. ഒന്നും നോക്കണ്ട. എന്ത് പറഞ്ഞു? എന്ത് ചേട്ടന് ഇനി കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള കളിയായത്. സ്ഥിരമുള്ള പരിപാടിയായത്. നല്ല ചൂടോടെ ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ കടലക്കറിയുമാണ്. ദേവാർജുന് ദോശയും പഞ്ചസാരയും മതി, അത് കൂട്ടി കഴിച്ചോളും ആശാൻ. കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം, അങ്ങനെ ഒരു നിർബന്ധമുണ്ട് ആശാന്. എന്തേലും പറയാനുണ്ടോ കുഞ്ഞെ? ആവേ. അങ്ങനെ കുഞ്ഞിനെയും കുളിപ്പിച്ചു റെഡിയാക്കി ഇരിക്കുകയാണ്. ഞാനും കിട്ടിയ സമയം കൊണ്ട് പോയി കുളിച്ചു. ആശാനിങ്ങനെ മടിയിലിരിക്കണം, ഇതാണ് പരിപാടി. പിന്നെ എല്ലാവരും കഴിച്ചു. ഇനി വന്നിട്ട് കുറേ നേരം ദേവാർജുനും ധ്രുവിനും കളി ടൈമാണ്, പ്ലെയിൻ ടൈമാണ്. അതിന് നമ്മൾ ഉള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുകയാണ് അമ്മയും അച്ഛനും അവിടെ. അതാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് എല്ലാവരും കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ദേവാർജുനും കഴിക്കുകയാണ്. കഞ്ഞിയാണ് ആശാൻ്റെ മെയിൻ ഫുഡ്. അമ്പക്ക തന്നെ എടുത്ത് കൊടുക്കണം കഞ്ഞി. അമ്മ കോരി കൊടുക്കുക, അവൻ കഴിക്കുക. ഇതാണ് പരിപാടി. അവന് സ്നേഹം കൂടി കഴിയുമ്പോൾ ഇതുപോലെ മടിയിൽ കയറിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാത്രം, സ്പെഷ്യൽ സ്പൂണ്, സ്പെഷ്യൽ കുടിക്കാനുള്ള ഗ്ലാസ് ഒക്കെ വേണം. എല്ലാം സെറ്റപ്പാക്കി എടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അല്ലേ ദേവാജു? നല്ല വിശപ്പ്. അപ്പം ചക്കയുണ്ട്, നമുക്ക് ചോറുണ്ട്. ഞാനിപ്പോൾ ചക്കയാണ് എടുക്കുന്നത്. പൂച്ചപ്പിള്ളേർ ഇതുകൊണ്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മാത്രമേ ഇവർ കഴിക്കത്തുള്ളൂ. വേറൊരാളുണ്ട്, എന്ത് ചെയ്ത്? വേണ്ട, അവർ രണ്ടുപേരും കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുക. കർബൂസ്. ഇത് ചക്കരമുത്ത്. പേപ്പറായി കഴിക്കുന്നത് അവളുടെ പേരെന്തുവായിരുന്നമ്മ? മണിക്കുട്ടി. അവളുടെ ഇപ്പോഴത്തെ കുഞ്ഞിതേണ്ട പൊളിച്ചും പാത്തും കളിക്കുക അവന്. അപ്പോൾ ഞാൻ ഇനിയും പോയി വല്ലതും കഴിക്കട്ടെ. അമ്മ നാരങ്ങയും ഡേറ്റ്സും കൂടെ ഉള്ളതല്ലേ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറ്.
ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി. ആവശ്യക്കാർ വരുന്നുണ്ട്. ഹോം മെയ്ഡാണ്, അല്ലാതെ അത് പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ അമ്മ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇനി ഞങ്ങൾ സിനിമ കണ്ട് കഴിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയായിരിക്കും. കണ്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ പറയാം. പഴയ സിനിമ വല്ലതൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നന്ദനമോ അങ്ങനെയുള്ള സിനിമസൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് കാണാം. കുഞ്ഞുങ്ങൾ പാല് കൊടുത്ത് ഇറക്കി കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ് ഒന്ന് ഫ്രീ ആയത്. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇല്ലേ. അപ്പം ഒരാളിവിടെ പൂച്ചക്കുഞ്ഞിനെ വെച്ചാണ് സൈക്കിള് ചവിട്ടുന്ന. പൂച്ചക്കുഞ്ഞ് ചാടിപ്പോവാൻ നോക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കാണിക്കാം. മാവച്ചി, ബാസ്ക്കറ്റുള്ള സൈക്കിളായിരുന്നെങ്കിൽ അതിൽ പൂച്ചക്കുഞ്ഞിനെ ഇടാമായിരുന്നു. ഇതിപ്പം ബാസ്ക്കറ്റ് ഇല്ല. അപ്പം എന്തോ ചെയ്യും? അമ്മയ്ക്കൊക്കെ ബാസ്ക്കറ്റുള്ള സൈക്കിളായിരുന്നു. അതുകൊണ്ടായിരുന്നു അമ്മ സൈക്കിളിൽ പൂച്ചയെ വെച്ചുകൊണ്ട് സൈക്കിൾ ഓടിക്കുമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടം വരെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഉണ്ട്. അതിലെ കൂടി ഇങ്ങനെ ചവിട്ടി ഇവിടെ കയറ്റി ഇവിടം വരെ പോയി അവിടെ വന്ന് വെച്ചിട്ട് തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അവൾ അവിടെ അതേ തന്നെ കിടക്കുകയും ചെയ്യുമായിരുന്നു. ആരാന്നറിയോ? നമ്മുടെ ചക്കു. ഒറ്റക്കൈ കൊണ്ട് ഓടിക്കരുത് വാവച്ചി പറയുന്നതൊക്കെ. ഇങ്ങനെ ഞാൻ പിടിച്ചോളാം. അയ്യേ, അതെന്തുവാ? പൂച്ചക്കുഞ്ഞ് ചാടിപ്പോയി. ഒന്നുകൊണ്ട് പോയി. സൈക്കിളിലെ പരിപാടി കഴിഞ്ഞു. അതാണ്ട് കുഞ്ഞാവെ എടുത്തോണ്ട് വരുന്ന പോലെ പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് പോകും ഒരാൾ. അങ്ങ് വീട്ടിൽ കൊണ്ട് വിട്. പോയി കിടന്ന് ഉറങ്ങട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. പാവം, അവൻ്റെ അനിയനാന്നുള്ള രീതിയിൽ അതിനോടും പെരുമാറുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിച്ചിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. മതത്തിൻ്റെ പേര് തമ്മിൽ തല്ലാതെ നല്ല രീതിയിൽ എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ, അങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു പണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ ഇപ്പം അതെല്ലാം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചെയ്യാനാ? അതിൻ്റെ ഒരു ഭാഗവും കൂടാണ് കാശ്മീരിലുണ്ടായ തീവ്രവാദ പ്രവർത്തനം. പലരും പല സ്റ്റേറ്റിൽ കൂടെ പല മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ദേവാജു, ഇറങ്ങിക്കേ. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയതാ. എൻ്റെ മുല്ല ഉണ്ടായിരുന്നു, മുല്ല മൊത്തം വെട്ടിക്കെടുത്ത് ദൂരെ കളഞ്ഞു. എന്തോ ചെയ്യാൻ, അതേ മുട്ടും ഉണ്ടായിരുന്നത്. ദേവാജനാണ് ഇപ്പം മരത്തിൽ കയറി പഠിച്ചുകൊണ്ടിരിക്കുക. പൊരിമുരുകം കളിക്കുക. ഇനി മുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഫ്രണ്ടിലത്തെ ഇവിടെ കുറേ മുടി പോയിട്ടുണ്ട്. എന്തുവാ ചെയ്യും? ഐ ലവ് യു ടു ദേവാജു. ഇനിയിപ്പം സാധനം ഓർഡർ ചെയ്തെടുക്കണം. മാമ എർത്തിൻ്റെ ഓണിയൻ ഹെയർ കിറ്റാണ് ഞാൻ
ഫസ്റ്റ് പ്രഗ്നൻസിയിൽ, അതായത് ദേവാർജുൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പീരീഡ് ടൈമിൽ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഈ പ്രാവശ്യം അത് തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെയർ മാസ്ക് ആണെങ്കിൽ ഒരു 3 ബോട്ടിലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അത് എന്തായാലും നമ്മുടെ കാര്യമല്ലേ, നമ്മുടെ ഹെയർ അല്ലേ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെടുത്തേ പറ്റത്തുള്ളൂ. ആശാൻ ഉറങ്ങുവാണല്ലോ, എന്നാൽ വിളക്ക് കത്തിക്കാം, പൂവൊക്കെ പറിക്കാം എന്നൊക്കെ പറഞ്ഞ് 2-3 പ്രാവശ്യം എഴുന്നേറ്റ്. എവിടെ സമ്മതിക്കാൻ, അതുകൊണ്ട് ഇപ്പം ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ചിരിക്കുന്നത് എവിടെ സമ്മതിക്കാനാ, ചിരിക്കല്ലേ കള്ള. ഓരോ പ്രാവശ്യം എഴുന്നേറ്റ് പോകുമ്പം കരഞ്ഞ് വിളിച്ച് എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കി എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തും. പിന്നെ കിടന്നുറങ്ങും. പിന്നെ ഉറങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് പോകുമ്പം പിന്നെയും കരയും. ഇപ്പം നട മഴയുമായി. ഇനിയിപ്പം 6:11 ആയി സമയം. വിളക്ക് കത്തിക്കാം. നമുക്ക് വിളക്ക് കത്തിച്ചാലോ? അമ്പറ്റിയെ പ്രാർത്ഥിച്ചാലോ? എന്തേ മുത്തേ? എന്താണ് ഇവിടെ പരിപാടി? എന്ത്? ഞാൻ വിളക്ക് കത്തിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ഇരുന്ന് കുക്കുമ്പർ അടിക്കുക. കൂട്ടിന് അനിയനും അപ്പൂപ്പൻ. ഇപ്പം ആപ്പിള് ഞാൻ അങ്ങനെ ആർക്കും തരത്തില്ല. എന്തോ ആണോ? ആണോ? അപ്പോൾ കുഞ്ഞാവയോ? അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ദേവാജുവിൻ്റെ കൂടെ തുടങ്ങി, കുഞ്ഞാവയുടെ ഇവിടെ നിന്നും തുടങ്ങി. ഞങ്ങളപ്പോൾ ഇന്നിപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അമ്മയുടെ, അതായത് ഞങ്ങളുടെ ബിസിനസ്, അച്ചാർ ബിസിനസ് എൻകറേജ് ചെയ്യുക. വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കുക. ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചന്വേഷിച്ചാൽ മതി. ഏതൊക്കെ വേണമെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയാം. അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഉടനെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ട്. അപ്പം ടാറ്റാ.